ഹലോ ഗായ്സ്, നമ്മളിന്ന് ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞു. നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അവനോട് തന്നെ വരുന്നതായിരിക്കും. ഗായ്സ്, അപ്പോൾ നമ്മളോട് നമ്മുടെ ഫ്രണ്ട് ആരോൺ ഉണ്ട്. നമ്മൾ അവൻ്റെ ഒപ്പമാണ് പോകുന്നത്. ഗായ്സ്, ഈ റോഡ് ഭയങ്കര കട്ടറാണ്. അതുവഴിയാണ് നമ്മുടെ സ്പോട്ടിലേക്ക് പോകുന്നത്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അവസ്ഥ. റോഡ് ഫുള്ള് ഗട്ടറാണ്. ഗൈസ്, ഭയങ്കര മനോഹരമായ ഒരു യാത്രയാണ് ഇതിലേക്ക് പോകുക എന്ന് പറയുന്നത്. കാരണം റബ്ബറിൻ്റെയൊക്കെയാണ് ഇവിടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതൊരു സോഡ കമ്പനിയാണ്. ഗൈസ്, നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കരിമ്പുകയം ചെക്ക് ഡാം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഇതാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത്, കരിമ്പുകയം ചെക്ക് ഡാം. ഇവിടെ ഭയങ്കര മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗൈസ്, ഇത് 4 മാസം മുമ്പ് ടൂറിസം പദ്ധതി ഏറ്റെടുത്തിരുന്ന പ്രൊജക്റ്റ് കൂടിയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്ന ഈ സിറ്റിംഗ് ഏരിയയും വാക്കിംഗ് പാത്തൊക്കെ. അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഈ സൈഡ് നേരെ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നത്. അവിടെ ഈ പണി നടക്കുന്നതേ ഉള്ളൂ. ഇതും സെയിം സിറ്റിംഗ് ഏരിയയും വാക്കിംഗ് പാത്തിനും വേണ്ടിയുള്ളതാണ്. അപ്പം ഇതൊരു 4-5 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതായിരിക്കും. ഗൈസ്, ഈ കാണുന്ന നമ്മൾ ഒരു 2 വർഷത്തിനുള്ളിൽ ടൂറിസം പദ്ധതി ഏറ്റെടുത്തിരുന്നത് കൊണ്ട് ഇവിടെ കയാക്കും ഫിഷിംഗ് ഏരിയ എല്ലാം റെഡിയായി വരുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു 2 വർഷത്തിനുള്ളിൽ ഏതായാലും നല്ല രീതിയിലുള്ള ടൂറിസം വളരുന്നതായിരിക്കും. ഇതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ ആ വാപ്പയും സിറ്റിംഗ് ഏരിയയൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് 4 മണി സമയത്തൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് ഭയങ്കര വൈബടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഫ്രണ്ട്സൊക്കെ കൂടി വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഗൈസ്, ഇവിടെ ഒരു ചേട്ടൻ കുളിക്കാൻ ഇറങ്ങുകയാണ്. നമുക്കും വന്ന് കുളിക്കാനും എല്ലാം സൗകര്യമുണ്ട് ഇവിടെ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു താഴ്ചയും കാര്യങ്ങളൊന്നുമില്ല. സമയം പോകാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണിത്. ഇവിടെ നമ്മൾ ആ സിറ്റിംഗ് ഏരിയയുടെ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ്. ചെക്ക് ഡാമിൻ്റെ അടിപൊളി വെള്ളം എടുക്കുന്നത് നമുക്ക് ഭയങ്കര ആസ്വാദകരമായി കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലും താഴെ കൂടി ഇറങ്ങി നമുക്ക് നടക്കാവുന്നതാണ്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇതിലെയാണ് നമ്മൾ നടക്കുന്നത്. ഇതിൻ്റെ സൈഡ് തീരം തന്നെയാണിത്. നമുക്ക് കുറേ കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഈ ഒരു നട്ടുച്ച സമയമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർക്ക് കുറവ്. ഒരു 4 മണിക്ക് ശേഷം ഇവിടെ പിള്ളേരും ഫാമിലി ആയിട്ടൊക്കെ വന്ന് സമയം ചിലവഴിക്കുന്നവരെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നട്ടുച്ചയായത് കൊണ്ടാണ് ഇപ്പം വലിയ ആളൊന്നും ഇല്ലാത്തത്. ജോലി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ കൂടെ കാല് കഴുകാനും കുളിക്കാനും മീൻ പിടിക്കാനൊക്കെ പറ്റിയൊരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു 500 മീറ്ററോളം നമുക്കിങ്ങനെ നേരെ നടക്കാൻ പറ്റിയൊരു ഏരിയ ആണ് ഇവിടെ ഒരുക്കിയിട്ടിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 500 മീറ്റർ നമ്മൾ അവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നടക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു നല്ല രീതിയിലാണ് അത് ഒരുക്കിയിട്ടിരിക്കുന്നത്. ആരോണ, നീ ഇതൊന്ന് പറഞ്ഞു കൊടുത്തടാ, എങ്ങനെയാ? ഇത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. ഈ വരുന്ന മണിമല ആറും പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെ വരുന്ന ചിട്ടാറും കൂടെ യോജിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ ഈ കാണുന്നത് ജോയിനിങ്. ഇവിടെയാണ് ജോയിനിങ്. നമ്മുടെ ഇവിടെ നിന്നാണ് രണ്ടും പോകുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര അട്രാക്ഷനാണ് ടൂറിസ്റ്റ് ഏരിയയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണ് മെയിൻലി ഇവിടെ ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ കരിമ്പുകയം ചെക്ക് ഡാമിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. പിന്നെ 2 വർഷത്തിനുള്ളിൽ ഇവിടെ നല്ല ഡെവലപ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇപ്പം തന്നെ നമുക്ക് കാണാം ഇവിടെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തിനുള്ളിൽ ഇവിടെ നല്ല പുരോഗമനം ഉണ്ടാകട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, കാണാം, ബൈ.